ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നത്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഒരു 12 മണി തൊട്ടിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചോറിനൊക്കെയുള്ള വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ. രാവിലെ കുറച്ച് ചോറ് ഉണ്ടാക്കിയതുണ്ട്, എന്നാലും ഇത് വൈകുന്നേരത്തേക്കും കൂടി കണക്കാക്കിയിട്ട് ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഇന്ന് തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ തന്നെ ചോറ് വെക്കും കേട്ടോ. അപ്പോൾ ഇന്നൊരു ഇത്തിരി ചോറ് വെച്ചതാണ് അനീഷേട്ടനും നന്ദമോൾക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അത് ഞാനും അബിയും മാത്രമല്ലേ ഉച്ചയ്ക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി വൈകുന്നേരത്തേക്കുള്ളതും കൂടി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് തീയൊക്കെ നല്ലോണം പിടിച്ച് കിട്ടിയെന്ന് കേട്ടോ. പിടിച്ച് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഇപ്പം മണ്ണെണ്ണയൊന്നും അങ്ങനെ കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ കടലാസ് വെച്ച് കത്തിച്ച് വിട്ട് വേണമല്ലോ നമുക്ക് അടുപ്പൊക്കെ ഒന്ന് ഉഷാറായി കത്തി വരാനായിട്ട്. അങ്ങനെ അടുപ്പൊക്കെ സൂപ്പറായിന് കത്തി തുടങ്ങിയിട്ടോ. ഞാൻ നല്ല വിറകൊക്കെ വെച്ച് കൊടുത്തിന്. അപ്പം ഇന്ന് എന്തായാലും പണി നേരത്തെ കഴിക്കാമെന്ന് വിചാരിക്കണം. എനിക്ക് അക്ഷയ വരെയൊക്കെ ഒന്ന് പോകണം. ഉച്ചയ്ക്ക് ശേഷം പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ റേഷൻ കാർഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് പോവാണ്ട്. റെഡിയാക്കാൻ വേണ്ടി കൊടുത്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ അത് ചെല്ലാനായിട്ട് ദിവസം കുറച്ച് കഴിഞ്ഞിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇന്നൊന്ന് പോയി നോക്കണം എന്നൊക്കെ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ഈ ചോറ് വൈകുന്നേരമായിട്ട് വെച്ചാൽ മതി. പക്ഷേ ഞാനത് എൻ്റെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞപ്പം വേഗം വെക്കാമെന്ന് വിചാരിക്കുക. പിന്നെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്, അതൊന്ന് വേഗം കറി വെച്ചെടുക്കണം. പിന്നെ ഒന്ന് നായ്ക്കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉച്ചക്കത്തേക്ക് കറിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും അത് കറി വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് എല്ലാവർക്കും കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളെ കമൻറ്റ് വീഡിയോയിലൂടെ അറിയിക്കണേ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു പാലം കാണാൻ പോയ വ്ളോഗ് ഇട്ടിനി കേട്ടോ. ഞങ്ങളെ നാട്ടിൽ തന്നെ ഫറൂഖിലുള്ളൊരു പാലം കാണാൻ പോയ വ്ളോഗ് ഇട്ടതാണ്. അത് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമായി എന്നുള്ള കമൻറ്റൊക്കെ കണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാവർക്കും ഒന്ന് ഒരു വെറൈറ്റി ആയിട്ട് ആ പാലം അങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ കേട്ടോ. അതിൽ അത്ഭുതപ്പെടാനൊന്നും ആർക്കും ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കത് കണ്ടപ്പം ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പം താല്പര്യമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും അത്രേ വിചാരിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല ഞാൻ ആ വീഡിയോ ഇട്ടത്. അപ്പോൾ അതിനെതിരെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്ന് അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമുക്കൊരു ഊർജ്ജമാണ് മുന്നോട്ട് പോകാനുള്ളത്. ഞാൻ ആ ഒരു തരത്തിൽ കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവാം കേട്ടോ. അപ്പോൾ മത്തി കിട്ടീന് ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചതാട്ടോ. അപ്പോൾ അബി ഇന്ന് രാവിലെ തന്നെ വളവിലൊക്കെ ഒന്ന് പോയി വരുമ്പോൾ കൊണ്ടുവന്നതാണ് മീൻ. അപ്പോൾ അവനോട് ഞാൻ മീൻ വാങ്ങിയിട്ട് വരണേന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി വേഗം വീട്ടിലെത്തിന്. അപ്പോൾ അത് അപ്പം തന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ്. കാരണം തിരുമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ വന്നത് മീനായിട്ട്. അപ്പോൾ എന്തായാലും അത് കഴിയട്ടെ, എന്നിട്ട് കറി വെക്കാനും ചോറ് വെക്കാനും നിൽക്കാമെന്ന് വിചാരിച്ചതാണല്ലോ. ഇന്ന് ഒരുപാട് തിരുമ്പാനും ഉണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ അതിനെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് ഇതിന് നിൽക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ മീനൊക്കെ മുറിക്കണം. അതിന് മുന്നേ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് വെക്കാണ് കേട്ടോ. അപ്പോൾ എളുപ്പം കഴിയുമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ റോക്കിമോൻ കൂട്ടിൽ ഭയങ്കര കുരയായപ്പം റോക്കിമോനോട് വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പണി ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വേഗം അരിഞ്ഞ് വെക്കാണ് കേട്ടോ. എന്നാൽ പിന്നെ മീൻ മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപാടി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മീൻ അപ്പോഴേക്ക് കുറച്ചൊന്ന് വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് റെഡിയായി കിട്ടാനുണ്ട്. ഒന്ന് പൊതരാണ്ട് മീൻ, എന്നാലല്ലേ മുറിച്ചാലൊന്ന് വേഗം അതിൻ്റെ മുകളിലുള്ള ഇതൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. അപ്പോൾ അബിത പിന്നെ നായ്ക്കുട്ടികളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചിട്ട് ഓൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇന്ന് റോക്കിനെയും പാപ്പിനൊക്കെ കുളിപ്പിക്കുന്ന ദിവസേനി. അതുകൊണ്ട് ഓൻ കുറേ മെനക്കെട്ടിട്ടാണ് രണ്ടാളും കുളിപ്പിച്ചത് കേട്ടോ. ഒറ്റയ്ക്ക് കുളിപ്പിക്കാൻ കഴിയില്ല. നന്ദമോളോ ഞാനോ ഹെൽപ്പ് ചെയ്ത് കൊടുക്കലാണ്. ഞാൻ ഇന്ന് പിന്നെ അടുക്കളയിലെ പണിയിൽ ഏർപ്പെട്ടുകൊണ്ട് ഞാനിന്ന് പോയിട്ടില്ല. അങ്ങനെയാകുമ്പോൾ ഞാൻ പോയി തൊടാൻ പോകില്ല കേട്ടോ. എനിക്ക് അതെന്തോ ഒരു പോലെയാണ്. അല്ലെങ്കിൽ ഞാൻ തിരുമ്പണ സമയത്താണെങ്കിൽ ഞാൻ പിടിച്ചു കൊടുക്കാനും തല തോർത്തി കൊടുക്കാനും ഒക്കെ പോകും. അടുക്കളയിലെ പണിയെടുക്കുമ്പോൾ എന്നെ അതിനെ വിളിച്ചാൽ ഞാൻ പോകില്ല എന്ന് ഓനറിയാം. അതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ടില്ല. ഒന്ന് തോർത്തി കൊടുക്കലും എല്ലാം ഓൻ തന്നെയായി, ഒറ്റയ്ക്കായി. അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഓനൊരാശ്വാസമാണ്. അപ്പം ഞാൻ എപ്പോഴും പറയും ഞാൻ പുറത്തുള്ള സമയത്ത് അത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇന്നെന്തായാലും ഓനൊരു ഇൻട്രസ്റ്റ് തോന്നിയപ്പം വേഗം കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം അതുകൊണ്ട് ഓലെ കുളി അങ്ങോട്ട് കഴിഞ്ഞ്, നല്ല വെയിലുള്ള ദിവസമല്ലേ. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ്. അപ്പം ഞാൻ വേഗം ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മീനൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. കുഞ്ഞമ്മത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുറിച്ചും കഴിയുന്നുണ്ട്. അതുമല്ല കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നായ്ക്കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾക്ക് രാവിലെ വെച്ച മീൻ കറി ഉണ്ട്. ചൂടമീൻ കറി വെച്ചിന് കേട്ടോ. നമ്മളെ മെത്തൽ പോലെയൊക്കെയുള്ളൊരു ചൂടമീനുണ്ട്. അത് രാവിലെ തേങ്ങ അരച്ച് കറി വെച്ചതുണ്ട്. എന്നാലും ഇത് മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നായ്ക്കുട്ടികൾക്ക് ഉച്ചത്തേക്ക് തിന്നാനായല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു
പ്രതിസന്ധി ഉള്ളത് കേട്ടോ. കാരണം മുളക് കറി ഇല്ലാഞ്ഞാൽ ഒരു തിന്നൂല, അതാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുളക് കറി എടുത്തേക്കും. പിന്നെ ആ മീനിനോട് അവർക്ക് വലിയ താല്പര്യമില്ല, ചൂട മീനിനോടൊന്നും. അപ്പോൾ മത്തി കിട്ടിയാൽ ഇവർക്ക് പിന്നെ ഒരു ഇൻട്രസ്റ്റാണ് ചോറൊക്കെ തിന്നാനായിട്ട്. അപ്പോൾ ഞാൻ അവനോട് മത്തി തന്നെ വാങ്ങാൻ പറഞ്ഞതാണ്. ഇന്ന് രാവിലെ ആ കറി കൂട്ടിയിട്ട് രാവിലെ പുട്ട് കൊടുത്തിട്ടൊന്നും ആൾക്കാർ തിന്നിട്ടില്ല. അത് മുളക് കറി ഞാൻ മാറ്റി വെച്ചതാണ് ആ മീൻ ഇട്ടിട്ടുള്ള, പക്ഷെ അത് പറ്റിയില്ല. അപ്പോൾ മത്തിക്കറി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ മീനൊക്കെ മുറിക്കലൊക്കെ കഴിഞ്ഞ് കഴുകലും ഒക്കെ കഴിഞ്ഞിന് കേട്ടോ. അപ്പോൾ ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ചോറും ഒന്ന് വെന്തിട്ടിന്. റേഷൻ പീടികയിലെ അരിയല്ല കേട്ടോ, പീടികയിലെ അരിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ്, എന്നാലും വലിയൊരു കുഴപ്പമില്ലാത്ത അരിയും നല്ലൊരു ചോറൊക്കെയാണ്. അപ്പം ചേട്ടത് ഇങ്ങനെ ഇപ്പോൾ എന്നും വരുമ്പം കൊണ്ടുവരും. അപ്പോൾ റേഷൻ പീടികയിലെ അരിയുമ്പൊക്കെ കിട്ടണമെങ്കിൽ അടുത്ത മാസം 6-ാം തീയതി ഒക്കെ കഴിയണം, അതുവരെ വെയിറ്റ് ചെയ്യണം എന്തായാലും. അപ്പോൾ നമുക്ക് ഈ ഒരു അരി കൊണ്ട് തന്നെ അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ റേഷൻ പീടികയിലെ അരി കിട്ടണ വരെ ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് ഞാനും വിചാരിക്കും. അപ്പോൾ ചോറ് ഊറ്റിയിടാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ ഒന്ന് നല്ലോണം ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ അത് അടുപ്പത്ത് നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തതാണ്. പിന്നെ നല്ല കണലുള്ള അടുപ്പിലേക്ക് ചട്ടിയും വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി അതിൽ പെട്ടെന്നൊന്ന് കറി ഉണ്ടാക്കിയെടുക്കുക. അബി പറയുന്നുണ്ട്, അമ്മേ അവർക്ക് വിശക്കുണ്ടാകും, രാവിലെ പുട്ടൊന്നും തിന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം റെഡിയാവും, വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി കേട്ടോ. ഒരു വലിയ ചട്ടിയും കൂടി ഉണ്ടേനി, അതിൻ്റെ അടുത്തുനിന്ന് വീണ് പൊട്ടിപ്പോയിട്ടോ. 2 ചട്ടി ഉണ്ടേനി. ഇനിയിപ്പോൾ ഈ ഒരു ചട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും അത് നല്ല കരുതി തന്നെ കൊണ്ടു നടക്കണം. അപ്പോൾ നല്ലൊരു വലിയ ചട്ടി കേട്ടോ. ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ല സുഖേനി, പച്ചക്കറി ഉണ്ടാക്കാനൊക്കെ നല്ല സുഖമാണ്, തോനെ മീനുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കാൻ സുഖേനി. പക്ഷേ ഞാനിപ്പം അത് പൊട്ടിപ്പോയതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്ന് വാങ്ങണം എന്തായാലും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്ത് ചൂടായപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തണേ. ഇനി അതിലേക്ക് ഇമ്പക്ക് നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷം ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തണം കേട്ടോ. അതിൽ വെളുത്തുള്ളി ചതച്ചിട്ടതുണ്ട് കേട്ടോ. ഞാൻ വെളുത്തുള്ളി മിക്സിയിൽ ഇട്ട് അരച്ചില്ല, ഒന്ന് ചതച്ചൊന്ന് കുത്തിയെടുത്തതാണ്, അത് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി നല്ലോണം വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഇതൊരു സുഖമായിട്ട് നല്ലോണം വഴന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ ഞാനങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അത് വഴന്ന് കിട്ടും നല്ലോണം എന്നൊക്കെ പറഞ്ഞ് കേട്ടതാണ്, എന്നാലും ആ ഒരു മുറ തെറ്റിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കലുണ്ട്. അത് സത്യമാണെന്നാണ് തോന്നുന്നത്, നല്ല വഴന്ന് കിട്ടലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ലോണം കുഞ്ഞിയാക്കിയിട്ടാണ് തക്കാളി അരിഞ്ഞത്, നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പം അത് നല്ലോണം കുഞ്ഞാക്കി അരിഞ്ഞാൽ നല്ലോണം അലിഞ്ഞ് കിട്ടും, എന്നാൽ കറിക്കൊരു ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ അബി പോയിട്ട് മുറ്റത്തെ കറിവേപ്പില മരത്തിൽ നിന്ന് 2 ഇല്ലി കറിവേപ്പിൻ്റെ ഇല ആയിട്ട് പറിച്ചുകൊണ്ട് വന്നത്. കറിവേപ്പിൻ്റെ ഇല പറിക്കാൻ പറഞ്ഞ വെച്ച ആളോട് 2 ഇല്ലി എന്ന് പറഞ്ഞാൽ 2 ഇല്ലി കറക്റ്റായിട്ട് കൊണ്ടുപോയി തന്നാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കൊണ്ടുപോയി തന്ന്. അപ്പോൾ ഇനി ഏതായാലും അത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി വെച്ച് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ടോ, ഞാൻ മറന്നു പോയതാ സംഭവം. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഇട്ട് കൊടുത്തേ, കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊക്കെ നമ്മളെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച്, ഇവിടെ ഓവർ എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിപ്പം പ്രത്യേകിച്ച് നമ്മൾ കണക്കൊന്നും പറയണില്ല. അപ്പോൾ അത് നല്ലോണം ഒന്ന് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മൂത്താൽ നല്ലൊരു സ്മെല്ല് വരില്ലേ. പിന്നെ പുളി ഇട്ടച്ച വെള്ളം ഉണ്ടേനി. അപ്പോൾ അത് കറി ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി പുളി നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിക്കണം, അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് കറി ഉഷാറാകും. അപ്പോൾ അതൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് മൂടി വെച്ച് സംഭവമൊക്കെ തിളച്ച് ഉഷാറായി വന്ന് നമ്മൾ മീനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം പെട്ടെന്നാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തണില്ല, ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി അങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറി തിളച്ചപ്പോൾ ഞാൻ മത്തി ഇട്ട് കൊടുത്തിനെ. ഇനി ഇതൊന്ന് ആയിട്ട് വേണോ, നായ്ക്കുട്ടികളെ വയറൊന്നും നിറഞ്ഞാലേ സമാധാനമാവുള്ളൂ. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ പണിപ്പുരയിലായി ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ. ഇനി കറിയൊക്കെ ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. അതിൻ്റെ ഇടയിൽ ചോറിങ്ങനെ ഊറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ചോറൊക്കെ നല്ലോണം വെള്ളം പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഏകദേശം കഴിഞ്ഞു തുടങ്ങിന്, കുറച്ചും കൂടിയുള്ള അടിയിൽ. അപ്പോൾ ഒരു വറ്റില്ലാതെ ഊറ്റിയെടുക്കണമല്ലോ എന്തായാലും. പിന്നെ ഇവിടെ പശുക്കളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അതിൽ കുറച്ച് വറ്റി നിന്നോട്ടെ എന്ന് വിചാരിക്കാൻ. കഞ്ഞിവെള്ളം കുടിക്കാനും ആരുമില്ല, അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിവാക്കലാണ്. പണ്ടൊക്കെ ആണെങ്കിൽ പശുക്കളൊക്കെ ഉള്ള വീട്ടിൻ്റെ അടുത്തൊക്കെ ഇനി കേട്ടോ ഞങ്ങൾ താമസിച്ചത്. അന്നൊക്കെ അതവിടെ വെച്ചാൽ ഓര് വന്ന് കൊണ്ടുപോയിക്കോളൂ, അങ്ങനെയാണ് ഈ വീട്ടിൽ താമസിക്കാത്ത മുന്നേ. അപ്പോൾ നമ്മളെ കറിക്കൊക്കെ നല്ലോണം കത്തുണ്ട് കേട്ടോ. ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 2 മാസത്തിൻ്റെ അടുത്താവാനായി. അപ്പം ഇപ്പം എല്ലാം ഫുള്ള് നമ്മൾ അടുപ്പിൽ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നത്, ഗ്യാസ് തീർന്ന കാരണം. എന്നാലും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, പക്ഷേ രാവിലെ ഒരു കുഞ്ഞു ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെ കറിക്കായിന്, അതതിൻ്റെ ശേഷം ഞാൻ ചെമ്പൊക്കെ ചോറ് ഊറ്റി കഴിഞ്ഞതിന് ശേഷം നല്ലോണം കഴുകിയൊക്കെ കൊണ്ടുപോകുന്നു കേട്ടോ. തേച്ച് കഴുകി കൊണ്ടുവന്ന് അതിലിനി നല്ലോണം നല്ല വെള്ളം ഒഴിച്ച് വെക്കാം കുടിക്കാനൊക്കെ ആയിട്ട്. പിന്നെ രാത്രിത്തേക്കൊക്കെ നല്ലോണം ചൂടായി നിൽക്കുമ്പോൾ രാത്രി കുടിക്കാനൊക്കെ ചൂടുവെള്ളമായില്ലേ, പിറ്റേന്ന് രാവിലത്തേക്കും ചൂടുണ്ടാവും. അപ്പോൾ അതൊന്ന് ചായക്ക് വെള്ളം മുക്കാനൊക്കെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 ചെമ്പിൽ വെള്ളം ഉണ്ട് ഇപ്പം. ചെറിയ ചെമ്പിൽ നേരത്തെ ഒഴിച്ച് വെച്ചതുണ്ട്,
അപ്പം കണൽ വെറുതെ പോവണ്ടല്ലോ. അപ്പോൾ അതാ ചെമ്പിലെ വെള്ളം ചൂടായി കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാത്രം ഉണ്ട് കേട്ടോ, കുറച്ച് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ കഴുകിയെടുത്ത് വെച്ചതാണ്. അപ്പോൾ ആ പാത്രം ഒന്ന് വേഗം കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി പണിയും കൂടി കഴിഞ്ഞാൽ സമാധാനമായിട്ടോ. ഇന്നത്തെ കുറേ പണികളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി. ഇന്ന് രാവിലെ തന്നെ പണികൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഞാനിന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാനൊന്നും നിന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഒരുപാട് തിരുമ്പാനൊക്കെ ഉണ്ടായിന്. അതുകൊണ്ട് തന്നെ വെറുതെ കുറച്ച് നേരം ഇരിക്കാനൊന്നും നിന്നില്ല. അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നിട്ടൊക്കെ ബാക്കി പണിയൊക്കെ തുടങ്ങുള്ളൂ. എല്ലാവരും പോയതിൻ്റെ ശേഷം കുറച്ച് ഇരിക്കുകയൊക്കെ ചെയ്യും. ഇന്ന് ഞാൻ അതിനൊന്നും നിന്നില്ല കേട്ടോ എന്തായാലും. അപ്പോൾ വേഗം പാത്രമൊക്കെ കഴുകി റെഡിയാക്കി വെക്കട്ടെ. അബിക്ക് ഇങ്ങനെ വിശപ്പ് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. പക്ഷെ ഓന് മത്തിക്കറി വേണ്ട, ഓന് പപ്പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം. അപ്പോൾ ഇത് കഴിയുന്നതിൻ്റെ ഇടയിൽ കൂടി ആൾ പപ്പടമൊക്കെ ഉണ്ടാക്കിക്കോളൂ, ഓൻ തന്നെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ, കുഴപ്പമില്ല. നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുപ്പിൽ കണലുണ്ട്. അപ്പം പറയുന്നുണ്ട് അമ്മ ഈ അടുപ്പ് കത്തിക്കാനൊന്നും അത്ര പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് കത്തി കിട്ടുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ആൾ. ഞാൻ പറഞ്ഞാൽ അത് നമുക്കിങ്ങനെ കത്തി അടുപ്പായിട്ട് തോന്നുകയാണ്, കത്താത്ത അടുപ്പാണെങ്കിലാണ് അതിൻ്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓനിവിടെ ഉള്ളതുകൊണ്ടൊക്കെ ഒരാളാണ്, വീട്ടിലിങ്ങനെ മിണ്ടി പറയാൻ ഒരാളാണ്. അപ്പോൾ അതാ ഞാൻ അവിടേക്കൊന്ന് പാത്രം കഴുകി കഴിഞ്ഞാൽ അവിടേക്കൊന്ന് തുടച്ചിടുകയാണ് കേട്ടോ. എത്ര തുടച്ചാലും ഇതന്നെയല്ല പണി ഏത് നേരവും. മക്കൾ അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കും വേണ്ട. അബി ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തിന്നു കഴിഞ്ഞാൽ കൈ കഴുകുക, അവിടെ വെള്ളമാക്കുക ഇവിടെ വെള്ളമാക്കുക, അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ചീത്ത പറയുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുന്നല്ലാണ്ട് പിന്നെ ഓരോ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിനൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. എപ്പോഴും രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ ബേസിനൊന്ന് നല്ലോണം ഒന്ന് കഴുകിയിട്ട് അവിടെ എടുത്തേക്ക് കേട്ടോ. അപ്പോൾ വിമ്മിൻ്റെ പാത്രത്തിൽ നിന്ന് വിമ്മൊക്കെ കഴിഞ്ഞ് തുടങ്ങിയെങ്കിൽ ഒരു വിമ്മൊക്കെ എടുത്തിടണം. വൈകുന്നേരം ആകുമ്പോഴേക്ക് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഇപ്പോൾ ഇനി അടുക്കള ഒന്ന് അടിച്ചേരി എടുക്കട്ടെ, ബാക്കി പണികളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി അടുക്കള മാത്രമേ അടിച്ചു തരാനുള്ളൂ കേട്ടോ. ഞാൻ എല്ലായിടത്തും അടിച്ചേരി ഇട്ടത് തന്നെയാണ്. അപ്പം ബാക്കി സ്ഥലങ്ങളൊക്കെ വൃത്തിയായി കിടക്കുന്നുണ്ട്. ഇനി അടുക്കളയിൽ കുറച്ച് വിറകിൻ്റെ അതൊക്കെ കൊഴിഞ്ഞത് ഉണ്ട് കേട്ടോ, അതൊന്ന് അടിച്ചേരി റെഡിയാക്കി എടുക്കട്ടെ. കാരണം ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി വൈകുന്നേരം ആകുമ്പോഴല്ലേ ബാക്കി കാര്യങ്ങൾ. വൈകുന്നേരം ഞാൻ ചേട്ടൻ എന്തായാലും മീൻ കൊണ്ടുവരും. ഇത് ഞാൻ നായ്ക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് കുറച്ച് വാങ്ങിയതേ ഉള്ളൂ. അപ്പം ചേട്ടൻ വൈകുന്നേരം വരുമ്പോൾ എന്തായാലും മീൻ കൊണ്ടുവരും. അപ്പോൾ അതൊരു കറി വെക്കലൊക്കെ ഉണ്ടാകും. അതിന് ഇനി ഒരു 7 മണിക്ക് എന്തായാലും ആകും. ചേട്ടൻ വരാൻ തന്നെ 6:30 ആകും. അപ്പോൾ അതുവരെ ഇനി തിരുമ്പിയത് എടുത്താക്കാനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ അക്ഷയയിലൊന്ന് പോകാനും ഒക്കെ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എല്ലാവർക്കും വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും പറയാനൊന്നും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതൊക്കെ തന്നെ വീഡിയോ ആയിട്ടുള്ളൂ കേട്ടോ കൂട്ടുകാരെ. വ്യത്യസ്തമായ വീഡിയോസൊന്നും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എടുക്കാനുള്ള ഒരു സാഹചര്യത്തിലും ഒന്നുമില്ല. നമ്മളെ ചുറ്റുപാടിൽ നിന്നിട്ടും നമ്മളെ പരിധിക്കുള്ളിൽ നിന്നിട്ടുള്ള കുഞ്ഞു വീഡിയോസൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോസ് ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമ്മളെ ചാനലൊന്ന് മുന്നോട്ട് പോവും. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് കേട്ടോ, ചാനലൊന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.